ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അലിൻ സാഗ വ്ളോഗ്സ്. ഇന്ന് നമുക്ക് ഒരു ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യാം. ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്. കഴിഞ്ഞൊരു 3-4 കൊല്ലം മുന്നേ വാങ്ങിയതാണ്. ഓരോ തവണ ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോഴും നമ്മളത് തിരിച്ച് ആ ബോക്സിൽ തന്നെ ഇങ്ങനെ പാക്ക് ചെയ്ത് വെക്കും. അതുകൊണ്ട് ഇതുവരെ വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ കൊല്ലം നമ്മുടെ ക്രിസ്മസ് ട്രീ ഇത് തന്നെയാണ്. ആദ്യമൊക്കെ നമ്മൾ ട്രീയുടെ ഷേപ്പുള്ള ഏതെങ്കിലും മരമൊക്കെ കട്ട് ചെയ്തിട്ട് അത് മുറ്റത്ത് വെച്ചിട്ടായിരുന്നു ട്രീ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് വാങ്ങിയതിന് ശേഷം പിന്നെ നമ്മൾ ഇതിൽ തന്നെ വെക്കാറ്. ഇതിന് അന്ന് 550 രൂപയാണ് ആയത്. ആ ബോക്സിൽ നോക്കിയാൽ കാണാം. ഇത് 5 അടിയുടെ ഒരു ക്രിസ്മസ് ട്രീ ആണ്. എനിക്ക് ക്രിസ്മസ് ഒക്കെ ആകുമ്പോഴത്തേക്കും മനസ്സിൽ എന്തെന്നില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ്. എങ്ങനെ ട്രീ സെറ്റ് ചെയ്യുന്നതും പുൽക്കൂട് സെറ്റ് ചെയ്യുന്നതും അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരങ്ങൾ ഫുൾ ലൈറ്റൊക്കെ ഇട്ട് എന്ത് ഭംഗിയായിരിക്കുമല്ലേ കാണാൻ. ഓരോ തവണയും എങ്ങനെ പുൽക്കൂട് ഇമ്പ്രൂവ് ചെയ്യാം, എങ്ങനെ ഇത്തവണ സെറ്റ് ചെയ്യാം എന്നൊക്കെ ആലോചിച്ചിട്ടാണ് എൻ്റെ എല്ലാ ഡിസംബറും തുടങ്ങാറ്. ഇതായി ക്രിസ്മസ് ട്രീയുടെ ബേസായിട്ട് വരുന്ന ഈ സംഭവമാണ്. ഇത് നമുക്ക് എളുപ്പത്തിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒരു ഡ്രോബാക്കായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇത് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഒട്ടും കട്ടിയില്ലല്ലോ. അപ്പോൾ വേഗം തന്നെ മറിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട്. മറിഞ്ഞ് വീഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെന്നൊന്ന് തള്ളിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിച്ചു കഴിഞ്ഞാലൊക്കെ. അപ്പോൾ അത് മാത്രമാണ്, ബാക്കിയെല്ലാം ഓക്കെയാണത്. 550 രൂപയ്ക്ക് ഈ ഒരു ട്രീ നല്ലൊരു ട്രീ ആണ്. പിന്നെ ഞാൻ ഈ സ്ക്രീൻ നോക്കി ഓരോ തവണ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എന്നെ ഈ വീഡിയോയിൽ കിട്ടുന്നുണ്ടോയെന്നാണ്. കാരണം ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കുഞ്ഞുമാണ്. പിന്നെ കുഞ്ഞു പ്രത്യേകം പറയാൻ പറഞ്ഞിട്ടുണ്ട്, ഈ വീഡിയോൻ്റെ ക്യാമറാമാൻ കുഞ്ഞുവാണെന്ന്. ക്യാമറ ചെയ്യുന്നത് കുഞ്ഞായതുകൊണ്ട് തന്നെ എനിക്ക് ടെൻഷനാണ്. എൻ്റെ തലയുണ്ടോ, എൻ്റെ വീഡിയോ ആണോ കിട്ടുന്നത്, വീഡിയോ ഓൺ ആയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞാൻ ചോദിക്കുമ്പോൾ ആൾ ഫോൺ എടുത്തിട്ട് ക്യാമറ തിരിച്ചു കാണിക്കും. അങ്ങനെയാണ് വീഡിയോ ഓൺ ആണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. ക്രിസ്മസ് ട്രീയുടെ താഴെ വരുന്ന പീസ് നമ്മൾ ആ സ്റ്റാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ലീവ്സൊക്കെ നമ്മൾ കുറച്ചൊന്ന് വിടർത്തി വെക്കണം. അതൊക്കെ ഭയങ്കര സിമ്പിളായിട്ടുള്ള പണിയാണ്. അതുകൊണ്ട് അതൊക്കെ വേഗം വേഗം കഴിയുന്നുണ്ട്. പിന്നെ കുറച്ച് ശ്രദ്ധിച്ചില്ലെങ്കിൽ അത് ഇളകി പോരാനുള്ള ചാൻസും ഉണ്ട്. അതുകൊണ്ട് കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ മുകളിലത്തെ മെയിൻ പീസ് കൂടി നമ്മൾ ഇതിനകത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടത് ഇതിൻ്റെ നടുക്ക് ഇതേപോലെ ഒരു ഹോളുണ്ട്. അപ്പോൾ അതങ്ങനെ ഒരു ലോക്ക് പോലെ കറക്റ്റായിട്ട് ഇരുന്നോളും. പിന്നെ ഇളകി പോകുമൊന്നുമില്ല. ഇനി ആ മുകളിലത്തെ പീസിൻ്റെയും ലീഫൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോകൾ കണ്ടിട്ട് എന്താണോ തോന്നുന്നത് അതൊന്ന് കമൻറ്റ് ചെയ്യുക. കണ്ട ഈ ഒരു ട്രീക്ക് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. ഇപ്പോൾ ഒക്കെ ക്രിസ്മസ് ആകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ക്രിസ്മസ് ആയി, വീടൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാം, ക്രിസ്മസ് ട്രീ, പുൽക്കൂട് ഇത്തവണ എങ്ങനെ സെറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ഓരോരോ ആലോചനകളാണ്. എന്നെപ്പോലെ ഇങ്ങനെ ക്രിസ്മസ് ഒക്കെ കാത്തിരിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ ട്രീ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അതിൽ ഹാങ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇടണം. ഇതും ഇതേപോലെ തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് നമ്മൾ വാങ്ങി വെച്ചതൊക്കെയാണ്. ചിലതൊക്കെ മിസ്സായി പോവും, പഴയതായി പോവും, പൊട്ടിപ്പോവും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വയ്ക്കും. അപ്പോൾ ഇത്തവണയും നമ്മളത് ആദ്യം പഴയ ഹാങ്ങിങ്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊക്കെ ഇട്ടതിന് ശേഷം ഇനി കുറച്ചുകൂടി നമുക്ക് ഇത്തവണയും വാങ്ങി ആഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇപ്പം നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഈ ഒരു ട്രീക്ക് ഏകദേശം എൻ്റെ അത്ര ഹൈറ്റ് ഉണ്ട്. പിന്നെ ഇതൊക്കെ കണ്ടിട്ട് കുഞ്ഞിന് ആഗ്രഹമുണ്ട് ഇതൊക്കെ ഹാങ് ചെയ്തിടണമെന്ന്. ആൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിർത്തിയേക്കായിരുന്നു. പിന്നെ അത് സൈയായിട്ട് ആൾ വന്നു. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്രിസ്മസ് റിലേറ്റഡ് ക്രാഫ്റ്റും DIYs ഒക്കെ കുറേ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ കുറേ ആൾക്കാർ നമ്മുടെ ചാനലൊക്കെ ഫോളോ ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക. വരുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ നല്ല ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസൊക്കെ നമ്മുടെ ചാനലിലുണ്ടാവും. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക. പിന്നെ നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പറിന് ഒരു കുഞ്ഞ് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന വീഡിയോകളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാച്ച് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഹാങ്ങിങ്സൊക്കെ കഴിഞ്ഞ് ഇനി ഒരു LED ലൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി. അപ്പോൾ നേരൊക്കെ കറക്റ്റായിട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലൈറ്റൊക്കെ ഇട്ടു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. സോറി കേട്ടോ, അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നു.
നമ്മൾ അനിയത്തിനെ വിളിച്ച് പറയായിരുന്നു വീട്ടിൽ ക്രിസ്മസ് ട്രീ ഒക്കെ വെച്ച കാര്യം. ആ സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞുതാ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട്. ഇനി പുൽക്കൂടൊക്കെ എപ്പോഴാണ് വെക്കുന്നതെന്നാണ് ആളുടെ ചോദ്യം. ട്രീ മാത്രമുള്ളോ പുൽക്കൂടില്ലേ അങ്ങനെയൊക്കെയാണ് കൺഫ്യൂഷൻ. ഇനി ഇതേ ആളുടെ സന്തോഷമാണ്. സോറി, ഇത് ഫ്രെയിമിൽ വരുന്നുണ്ടെന്ന് സത്യത്തിൽ ഞാൻ അറിഞ്ഞില്ല. ഞാൻ വിചാരിച്ചോളം നീങ്ങി ഡാൻസ് കളിക്കണോണ്ട് അത് ഫ്രെയിമിൽ കിട്ടില്ല എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.